കഴിയില്ല. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PSC എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലൊക്കെ കൂടി അതിലാണിപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. ഞാൻ ഈ ന്യൂസ് എയ്റ്റിക്ക് ആദ്യം എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുക കേട്ടോ. ഇത് യുവാക്കളുടെ ഒരു മുഖമാണ് നിങ്ങൾ. സത്യം ആത്മാർത്ഥമായി ഞാൻ പറയാം. എന്ത് സ്റ്റഡിയാ ഗൗരവതരമായി എടുക്കേണ്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുത്ത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. പിന്നെ ഈ PSCയെ സംബന്ധിച്ച് KG അടിയോടി മുതൽ ഒരു നെടുമുടിക്കാരൻ V ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന അദ്ദേഹം വരെ ഇരിക്കുമ്പോൾ ഇതൊരു ജനകീയ പ്രസ്ഥാനമായിരുന്നു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഈ അവരുടേതായിട്ടുള്ള സകല രാഷ്ട്രീയ ഇടപെടലൊക്കെ നടത്തി PSCയിൽ നിന്ന് ചോദിക്കാതെ അവരുടേതായിട്ടുള്ള ആളുകളെ അനധികൃതമായി മാർക്ക് കൊടുത്ത് മേൽസ്ഥാനങ്ങളിൽ ഇരുത്തുകയും എന്നാൽ ലോ ക്ലാസ് ആയിട്ടുള്ള ജീവനക്കാരെ എടുക്കുന്നതിനൊരു തയ്യാറാകുകയോ ഒന്നും ചെയ്യാതെ PSCക്ക് അയക്കാതെയും ഇപ്പൊ തന്നെ ആലപ്പുഴയിലൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന കുറെ അധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരാണ് ഇരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇത് എംപ്ലോയ്മെന്റിന് പോലും അയക്കത്തില്ല. എംപ്ലോയ്മെന്റിനെ പോലും നോക്കൂത്തി ആയിക്കൊണ്ട് അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കളക്ടറേറ്റിലൊക്കെ ശരിക്കും ഇരിപ്പുണ്ട് ജോലിക്കാർ, ഡ്രൈവർമാരായിട്ട് വരെ ഇരിപ്പുണ്ട്. ഇതൊന്നും PSC എന്ന് അറിയിക്കുക എംപ്ലോയ്മെന്റിൽ നിന്ന് എടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത്രയും ഈ സാമൂഹ്യ വിപത്ത് പിഴുതെറിയാൻ ഈ സർക്കാരോ ബന്ധപ്പെട്ടവരോ ഈ ന്യൂസ് എയ്റ്റ് ഇതിനെ പിന്തുടരണമേ എന്ന് വിനീതമായ അഭ്യർത്ഥന കൂടി നിർത്തുന്നു. ശരി, താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PSCക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അത് കഴമ്പുള്ളതായിരിക്കുമോ? നമസ്കാരമുണ്ട്. PSC പിന്നെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ മറ്റേ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കോമഡി ആയിട്ട് കുറച്ച് വർഷങ്ങളായി. അതിന്റെ ഒരു മരണം പൂർത്തിയായത് വേണമെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളതെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ PSC റാങ്ക് ലിസ്റ്റ് പിള്ളേര് ഉറക്കൊഴിച്ച് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പുതുക്കി 45 വയസ്സും 50 വയസ്സും അവസാനം ജോലി കിട്ടണമെങ്കിൽ തന്നെ 4-5 വർഷം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഏത് സർക്കാർ വന്നാലും, ഞാനൊരു 2 വർഷം അനുഭവങ്ങളുണ്ട്, ഞാൻ പറഞ്ഞത് ഏത് സർക്കാർ വന്നാലും കുറച്ച് പേരെ കുത്തിയിരുകാറുണ്ട്, എവിടെയും നടക്കാറുണ്ട് പറയും. ഇതെങ്ങനെ വേണ്ടൊക്കെ ഇപ്പൊ KSRTCയിൽ ഒഴിവുണ്ടെങ്കിൽ ആ ഒഴിവുകൾക്ക് PSCക്ക് റിപ്പോർട്ട് ചെയ്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് റിപ്പോർട്ട് ചെയ്യില്ല. അത് താൽക്കാലികമായിട്ട് കുറച്ച് പേര് ബന്ധപ്പെട്ടവരെന്ന് വെച്ചു അവരൊരു 6 മാസം 7 മാസം കഴിഞ്ഞ് അവരെ തിരുപ്പെടും. അത് പിന്നെ ഹോസ്പിറ്റലിൽ ഏത് മേഖലയിലായിക്കോട്ടെ അങ്ങനെ അങ്ങോട്ട്. ഇപ്പൊ കഴിഞ്ഞ ഇതിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കിൽ ഈ PSCയിൽ പഠിച്ച് പാസ്സായിട്ട് 1ാം റാങ്കിനെ മറികടന്നിട്ടാണ് 3ാം റാങ്കിലൂടെ ഒരാൾ പണിക്കേറിയത്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് കൂവറുടെ ഇടപെട്ടാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ കണ്ണൂർ സർവകലാശാല എന്നല്ല പറഞ്ഞു, അവിടെ സഹധർമ്മിണി സർവകലാശാല എന്ന ആളുകൾ പറഞ്ഞു. ഒരുവിധമുള്ള നേതാക്കന്മാരും ഭാര്യമാരും ഫുള്ളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ നാട്ടിലെ എന്റെ വായിഞ്ഞാന്ന് കാര്യം വന്നിട്ട് ആർക്കൊക്കെ കൊടുത്തോട്ടെ. എന്റെ നാട്ടിൽ ഞാൻ അറിയുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി 10ാം ക്ലാസ് പഠിച്ച ഒരാൾക്ക് സർക്കാർ ഹോസ്പിറ്റലിൽ കുറച്ച് ജോലിക്ക് പോയി. ആ ആളിനെ സ്ഥിരപ്പെടുത്തി. ഭാര്യ ഒരു വനിതാ ക്യാൻറ്റീൻ നടത്തിയിരുന്നു. ഭാര്യ ഇപ്പൊ മൃഗാശുപത്രിയിൽ ജോലിയായി. ഒരു മകൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് ഇതൊക്കെ ശരാശരി വിദ്യാഭ്യാസമുള്ള ഓട്ടോറിക്ഷ വെച്ചൊന്ന് പിന്നെ വില്ലേജ് ഓഫീസിൽ ജോലിക്ക് കയറി. ഇതൊക്കെ എങ്ങനെ നടക്കണം നോക്കണം. ഇവിടെ റാങ്ക് ലിസ്റ്റിൽ വന്ന് പുതുക്കിട്ട് 50-60 വയസ്സാവരെ ഇവർക്ക് ചെയ്തൂടെ? ഇത് ഇനിയെങ്കിലും ഈ കഴിഞ്ഞ ചരിത്രം വേണ്ടെന്ന് മതി. ഇനിയെങ്കിലും ഈ PSC എന്നുള്ളതിനൊരു വിശ്വാസം നിലനിർത്തണമെന്ന് എനിക്ക് പറയുള്ളൂ. അപ്പൊ ശരി ഭായി. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഷഹീനാണ് എറണാകുളത്ത് നിന്നാണ്. ഷഹീൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PSCയുടെ വിശ്വാസ്യത നഷ്ടമാകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അതെ 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 ഇന്നത്തെ യുവജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ഫോൺ ചേർത്ത് പറയുമോ? ഓക്കെ. ഇപ്പൊ ശിക്ഷ എന്ന് പറയുന്നത് ഭയങ്കര ലോയാണ്. വളരെ ഇതായിട്ടാണ് നമ്മുടെ ശിക്ഷ ഇപ്പോൾ പോകുന്നത്. ശ്രീ ഷഹീൻ, താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല, അതുകൊണ്ട് അടുത്ത ആളിലേക്ക് പോവുകയാണ്. രാജനാണ് പയ്യോളിയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു, തുടർന്ന് PSC നടപടിയെടുക്കുന്നു, ഇപ്പോൾ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു, സർക്കാർ തന്നെ വിപുലമായ ഒരു അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുകയല്ലേ വേണ്ടത്? നമസ്കാരമുണ്ട് സാർ. ഞാൻ ആദ്യം പറഞ്ഞ 2-3 വാക്ക് പറഞ്ഞ സാർ. ഇതിനു മുന്നേ ഒരു പോലീസിന്റെ ഒരു കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഒരു PSC ഇത് വന്ന് അത് പാർട്ടിക്കാരൊക്കെ കയറ്റി അതിനെല്ലാം ഇതെല്ലാം വന്ന് എന്നിട്ട് എന്ത് നടപടിയെടുത്ത് ഞാനറിയില്ല സാർ. സാർക്ക് എന്തെങ്കിലും നടപടിയെടുത്തതായിട്ട് അറിവുണ്ടോ? ഇല്ല, അത് അവർക്കെതിരെ നിയമ നടപടികളൊക്കെ തുടരുകയാണ്. എപ്പൊ ഇതിങ്ങനെ ഇത് മരണം വരെ ഇത് PSCന്റെ ആകെ
സാർ ഒരു 300 ആളുകളെ വേക്കൻസി ഉണ്ടെങ്കിൽ 3000 ആളെ ഇന്റർവ്യൂ ചെയ്ത് വിട്ടിട്ട് ഇവർ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇത് ഗവൺമെന്റിന്റെ പൈസ ഇങ്ങനെ കൊണ്ടുപോയി തിന്നാൻ വേണ്ടിയിട്ട് കുറെ ചാട്ടപട്ടമായ ആടെ കൊണ്ടുപോയി 3 ലക്ഷം ഉറുപ്പ്യല്ല അവരെ ശമ്പളം. PSC ബോർഡ് ചെയർമാന്റെയും മെമ്പർമാർക്കല്ലോ. ഇതെല്ലാം എന്തിനു കൊടുത്തിട്ട് ഇങ്ങനെ ഇവരെല്ലാം തീറ്റിപ്പറ്റുന്നു? അതിന് സുഖം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഇപ്പൊ ഗവൺമെന്റ് PSC അല്ല, ഇപ്പൊ എംപ്ലോയ്മെന്റ് നോക്കിയാൽ തന്നെ എംപ്ലോയ്മെന്റിൽ ഇതിങ്ങനെ തന്നെയാ. നമ്മൾ എംപ്ലോയ്മെന്റ് ഇങ്ങനെ ഒരു ഡ്രൈവർ സൃഷ്ടിക്കുക, പഞ്ചായത്തിൽ ഒരു ഡ്രൈവർ ഉണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഡ്രൈവർ സൃഷ്ടിക്കുക, ആടെ പോകുമ്പോഴേക്കും അത് ഓന്റെ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഓന്റെ മരുമക്കള് ആടെയുള്ള ഇങ്ങനെയുള്ളത് വരുന്നത് എന്തുകൊണ്ടാണ് സാർ? നമ്മളെ ഗവൺമെന്റ് അതിനായ തക്കതായ ശിക്ഷ ഇതും കൊടുക്കുന്നില്ല. ഏതിലാ ശിക്ഷിച്ച് ഇതുവരെ ശിക്ഷ കിട്ടിയതുള്ള? PSC എന്ത് കാരണം വേണ്ടിയിട്ട് ഒരു ശിക്ഷ ആർക്കും കിട്ടുന്നില്ല. ഈ ശിക്ഷ കിട്ടാത്ത കാലത്ത് ഇവർ ഇങ്ങനെ തന്നെ ചെയ്യും. ഇതിന് ശക്തമായ നടപടി ഗവൺമെന്റ് ചെയ്തേ പറ്റൂ. ശക്തമായി തന്നെ ഇവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം, എന്നാലേ ഇവര് പഠിക്കൂ സാർ. ഇത്രയും നമുക്ക് പറയാനുള്ളത്. ശ്രീ ദിവാകരനാണ്, തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യം കോംപ്ലിമെന്റ്സ് പറയട്ടെ. താങ്കളെ കണ്ട് ഞാൻ കുറെ കാലമായില്ല വിളിക്കുന്നത്. വളരെ സന്തോഷം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു ഫോർ എവർലാസ്റ്റ് ലൈഫ്. ഗോഡ് ബ്ലസ് യു ഫോർ എവർലാസ്റ്റ് ലൈഫ്. പിന്നെ സാറേ, പിന്നെ അതായത് ഈ അതായത് ഉറക്കം ഇനി ക്വാളിഫൈഡ് ആയിട്ട് പഠിച്ച കുട്ടികളെല്ലാം പിന്നെ മറികടന്ന് കൃത്രിമത്തിലേക്ക് കൂടിയും പിന്നെ തട്ടിപ്പിലേക്ക് കൂടി, അതായത് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ബേസ് എന്നല്ല, ഇപ്പൊ ഏർലി സ്റ്റേജിൽ തന്നെ പിടിക്കുന്നുണ്ട്. അപ്പൊ അവരെ ഈ പിന്നെ ശരിക്കും ഇപ്പൊ നല്ലൊരു ഗവൺമെന്റ് അല്ല, ശരിക്കും പിടിക്കുക. അതായത് ഡിസ്ക്വാളിഫൈഡ് ഉള്ള ആളെ പിന്നെ അങ്ങനെയുള്ള മേഖലയാക്കുക, ക്വാളിഫൈഡ് ഉള്ള കൂട്ടരെ നല്ല ഈ പിന്നെ അർഹതപ്പെട്ട അർഹത തന്നെ ആക്കുക. എന്നാല ഈ പ്രസ്ഥാനം ഓരോരോ സ്ഥാപനവും പ്രസ്ഥാനവും നന്നാകുകയും ചെയ്യും. അല്ലെങ്കിൽ തട്ടിപ്പുകാർ പോലീസ് വകുപ്പിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഭയങ്കര അതേ മൃഗീയമായ സ്വഭാവമായിരിക്കും. ആ റെസ്പെക്ട് മേനെ ഡിസിപ്ലിൻ ഒന്നും കീപ്പ് ചെയ്യില്ല. ഏടി ഓഫീസുകളിലോ ഇപ്പൊ താങ്കൾക്ക് താങ്കൾ എനിക്ക് 75 വയസ്സ്, താങ്കള് പിന്നെ ചെറുപ്പക്കാരനാണ്. അപ്പോ പിന്നെ അപ്പൊ താങ്കളെ ക്വാളിഫൈഡ് ഉള്ളതുകൊണ്ടല്ലേ താങ്കളെ വേൾഡ് ഫേമസ് ആയിട്ട് എല്ലാവർക്കും പിന്നെ ലിസണേഴ്സിനെല്ലാം ഇഷ്ടപ്പെടുന്നു. പിന്നെ സാറേ, പിന്നെ ലിസണേഴ്സിനും വ്യൂവേഴ്സിനും പിന്നെ സാറേ പിന്നെ ഇത് പിന്നെ നല്ല റീച്ച് കിട്ടുന്നതാണ്. അതായത് ഈ ഇങ്ങക്ക് ഒരു ഫേമസ് ആയിട്ട് ഇത് നിർത്താൻ പാടില്ലേ. ഇപ്പൊ ബിഗ് ടിവിയിലുണ്ട്, പിന്നെ ബിഗ് ടിവിയിലുണ്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരൻ, ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത്. ശ്രീ തങ്കച്ചൻ, ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇന്നും ഏറ്റവും വലിയ പ്രതീക്ഷ സർക്കാർ ജോലി എന്നത് ആണ്. അവിടെയാണ് അതിൻ്റെ നടത്തിപ്പ് സംവിധാനത്തിലാണ് ഇപ്പോൾ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്ന് സംശയിക്കപ്പെടുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത് സാറേ, ഈ PSC വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും തന്നെയല്ല, നഷ്ടപ്പെട്ടു പോയി. കാരണം എന്റെ വീട്ടിലുള്ള അനുഭവമാണ് പറയുന്നത്. ഇതിന് എനിക്ക് സംസാരിക്കാൻ സാറിന് സമയം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുവാണ്. കാരണം പറയാൻ വെച്ചാൽ എന്റെ വീട്ടിൽ 1995 MA BEd കഴിഞ്ഞ എന്റെ വൈഫ് ഇതുവരെ സർക്കാർ ജോലി കിട്ടിയിട്ടില്ല. 53 വയസ്സായി, ഇതുവരെ സർക്കാർ ജോലി കിട്ടിയിട്ടില്ല. പല പരീക്ഷ എഴുതി, പല പരീക്ഷയും പാസ്സായി, റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റിന് അല്ലാത്ത ആൾക്കാരും പലരും നിയമമില്ലാതെ തിരികെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പിള്ളേർ 2 പേര്, ഇപ്പൊ ഒരാൾ റാങ്ക് ലിസ്റ്റ് 6 റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. 6 റാങ്ക് ലിസ്റ്റിൽ 3 റാങ്ക് ലിസ്റ്റ് പോയി. ഇനി വരുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയും KSRTCയും ഒക്കെ ഉള്ള റാങ്ക് ലിസ്റ്റിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഒരാൾ 2 റാങ്ക് ലിസ്റ്റിൽ വേറെയും കിടപ്പുണ്ട്. ഇത്തരം പ്രതീക്ഷകളും നമ്മളിവിടെ പഠിച്ച്, അതായത് രായും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് ഇവരെ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടം പോലെ ശരിയാക്കിയിടുന്ന ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, UPSC പരീക്ഷ എഴുതി പ്രിലിമിനറി പാസ്സായി എന്റെ വൈഫ് പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞിട്ട് മെയിൻ പരീക്ഷ തോറ്റുപോയി. അതൊക്കെ പോട്ടെ, അതൊക്കെ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന് പോലും പിന്നെ സെർച്ച് ചെയ്ത് പഠിച്ച ഡോക്ടറേറ്റിന് പഠിച്ചതാണ്. ഡോക്ടറേറ്റ് പഠിച്ചിട്ടും അതിനും പഠിച്ചിട്ട് പരീക്ഷയിൽ തോറ്റുപോവാണ് ചെയ്തത്. ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം എന്റെ വൈഫിനോട് ചോദിച്ചും പറഞ്ഞാൽ ഇതൊക്കെ കാശുള്ളവർക്കുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന PSC വലിയൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത്. നമുക്കറിയാമല്ലോ, PSCയിൽ ഓരോരുത്തർക്ക് ശമ്പളം മേടിക്കും 3 ലക്ഷം രൂപയൊക്കെയാണല്ലോ. UPSCയിൽ നമുക്കറിയാം 12 പേരെങ്ങാനുള്ളൂ. PSC ഇപ്പോൾ 22 പേരെങ്ങാനുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ 2 പേരേ ഉള്ളൂ. ഇതെല്ലാം മറികടത്തിക്കൊണ്ട് ഈ PSC ഞങ്ങൾ ഇത്രയും കാലം നടത്തിയത് വലിയ സങ്കടമായ കാര്യമാണ്. കാരണം വെച്ചാൽ എന്റെ മക്കളൊക്കെ പഠിക്കുന്ന സാറൊന്ന് മനസ്സിലാക്കണം. രാവിലെ 4 മണിക്കേറ്റ് ഞാനിവിടെ കൂടുതൽ വിളിക്കേൽപ്പിച്ച് പഠിപ്പിച്ച് പരീക്ഷയിൽ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അതില്ലാതായി പോവാണ്. ഇതുപോലെ നിരവധി കുട്ടികളും നിരവധി ആൾക്കാരും വരുന്നത് നമുക്കറിയാം. അടുത്ത കാലം ഞങ്ങളുടെ 4 സപ്ലൈകോ ജോലിക്ക് കയറ്റിയിട്ടുണ്ട്. അവരൊക്കെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.